ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയും രേവതിയും ആദ്യമായിട്ട് അടുത്തറിയാനും അടുത്തിടപഴകാനും ഒക്കെയുള്ളൊരു സാഹചര്യം ഇന്നത്തെ രാത്രിയിൽ അവർക്കുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരസ്പരം മനസ്സിനുള്ളിലുള്ളത് എന്താണെന്ന് രണ്ടുപേരും സംസാരിച്ചു. അങ്ങനെ കുറേ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാനും ഒരു ധാരണയൊക്കെ ഉണ്ടായി. അങ്ങനെയുള്ള സമയത്താണ് രേവതി വെള്ളം അറിയാതെ രേവതിയുടെ കയ്യിൽ നിന്ന് അറിയാതെ വെള്ളം പോകുന്നതും പിന്നെ അതിൽ തട്ടി നമ്മുടെ രേവതി വീഴുന്നതും സച്ചിയാണെങ്കിൽ പെട്ടെന്ന് രേവതിയെ താങ്ങി പിടിക്കുന്നതും അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷം അവർക്കിടയിലേക്ക് വന്നു. പിന്നെ രേവതി വേഗം തന്നെ സച്ചിയുടെ അടുത്തു നിന്ന് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ സച്ചി ഇങ്ങനെ ആകെ ഒരു ചമ്മലോട് കൂടി നിൽക്കുന്നു. കാരണം സച്ചി അങ്ങനെ ചെയ്യേണ്ടി വന്നത്, അപ്പോൾ അത് രേവതിക്ക് ഇനി എന്തെങ്കിലും തോന്നിക്കാണുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ രേവതി എന്ത് ചെയ്തു, ബാത്റൂമിൽ ചെന്ന് ആ വെള്ളം തുടച്ച് കളയാനുള്ള തുണി എന്തോ എടുക്കാനായിട്ട് പോയി. ആ സമയം അവിടെ ചെന്നപ്പോൾ അത് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് നമ്മുടെ രേവതി അത് ഇറങ്ങി വന്നു. അതെ, തുടയ്ക്കാനുള്ള ഒന്നും കിട്ടിയില്ല, ഞാൻ പോയി പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് രേവതി അങ്ങ് ഇറങ്ങുക. അപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ലക്ഷ്മിയും അതുപോലെ ദേവും വന്നായിരുന്നു. അവർ രണ്ടുപേരും കൂടെ വന്നിട്ട് എന്താ പറ്റിയ, എന്തോ ഒരു ശബ്ദം കേട്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞേ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ലേ, പിന്നെന്താ പെട്ടെന്നൊരു ശബ്ദം കേട്ടത്, എന്താ എന്തെങ്കിലും നിലത്ത് വീണോന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഒരു പാത്രം നിലത്ത് വീണതാണെന്ന് പറഞ്ഞു. പാത്രം നിലത്ത് വീണതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അയ്യോ പാത്രം നിലത്ത് വീണോ, അവിടെ നനഞ്ഞോ എന്നൊക്കെ ചോദിച്ചങ്ങനെ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്നാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അമ്മ പറഞ്ഞു അത് തുടച്ച് കളയാനൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ രേവതി പറഞ്ഞു ഞാൻ തുടച്ചോളാം അമ്മയെന്ന് പറഞ്ഞു. പിന്നെ അമ്മ വേഗം തന്നെ തുണിയൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ദേവുമായിട്ട് വർത്താനമൊക്കെ തുടങ്ങി. ദേവുവാണെന്നുണ്ടെങ്കിൽ സച്ചിയോട് സച്ചേട്ടാ എന്ന് വിളിച്ച് പിന്നാലെ നടന്നിങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുക. അപ്പോൾ നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ സച്ചിയും രേവതിയുടെ മുന്നിൽ അല്ലെങ്കിൽ അമ്മയുടെ മുന്നിൽ ദേവുവിനെ ശരിക്കും ഒരു കുഞ്ഞനുജത്തിയായി തന്നെ പരിഗണിച്ചുകൊണ്ട് അവൾക്കൊപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ വളരെ 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 സന്തോഷത്തോടു കൂടി ഇവരിയ്ക്കുന്നു, വർത്തമാനമൊക്കെ പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ ദേവൂട്ടി ചോദിച്ചു, അതെ ഏട്ടൻ നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിച്ചു. അതിനെന്താ, ചോദിക്കേണ്ട കാര്യമുണ്ട്, വാ എന്ന് പറഞ്ഞ് സച്ചി ഇവരെ എല്ലാവരെയും കൂടെ പിടിച്ച് നിർത്തുന്നു. അപ്പോൾ രേവതി കുറച്ച് മാറി എന്നത് രേവതിയോട് ചേച്ചി വാ അടുത്ത് വാ, ചേട്ടൻ്റെ അടുത്ത് നിൽക്കുക എന്നും പറഞ്ഞ് പിടിച്ച് നിർത്തുന്നു. അതിനുശേഷം അവർ എല്ലാവരും കൂടെ ചേർന്ന് നിന്നൊരു സെൽഫി അങ്ങോട്ട് എടുത്തു. അങ്ങനെ സെൽഫി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിങ്ങനെ എടുത്ത് നോക്കിയേട്ടാ എങ്ങനെയുണ്ടെന്ന് നോക്കിയേട്ടാ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ടപ്പോൾ സച്ചിക്ക് ഒത്തിരി ഇഷ്ടമായി, സൂപ്പറായി, അടിപൊളിയായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ ഇനി എന്തായാലും സമയം കളയണ്ട, അവിടെ വീണ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞില്ല, ഇനിയിപ്പോൾ രണ്ടുപേരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് ഇവരകത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അമ്മയും അതുപോലെ തന്നെ ദേവും കൂടെ അങ്ങ് പോയി. അപ്പോൾ അവർ പോയി. ഈ സമയം ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ ഇവരോട് കിടക്കാൻ നേരത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, അപ്പോൾ മോന് ബെഡ് വിരിച്ചു കൊടുക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം തുടങ്ങിയതെല്ലാം രേവതിയോട് പറയുക. അപ്പം അമ്മ അതൊക്കെ ചെയ്ത് തരണമെന്ന് ചോദിച്ചപ്പം അയ്യോ അതൊന്നും വേണ്ടമ്മേ, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാവെന്നും പറഞ്ഞ് ഇവരും ലക്ഷ്മി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ഇവർ മുറിയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിലെല്ലാം വിരിച്ചും നല്ല വൃത്തിയാക്കിയൊക്കെ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഇവർ തമ്മിൽ ഈ ഇതൊക്കെ കഴിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ശരിക്കും ഭാഗ്യം ചെയ്തവളാണെന്ന് സച്ചി രേവതിയോട് പറയാം. അതെന്താ ഇപ്പം അങ്ങനെ പറയാനെന്ന് ചോദിച്ചപ്പം അല്ല, ഇത്രയും സ്നേഹം നിറഞ്ഞൊരമ്മയെ നിനക്ക് കിട്ടിയില്ലേ, ഈ അമ്മയുടെ സ്നേഹവും കരുതലും ഒക്കെ കിട്ടിയില്ലേ, ഈ ലോകത്ത് എന്തിനേക്കാളും വലുത് സ്വന്തം മക്കൾക്ക് വേണ്ടി എന്തു ത്യാഗവും സഹിച്ച് അല്ലെങ്കിൽ സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അമ്മയെ കിട്ടാനാണെന്നും ആ അമ്മയുടെ സ്നേഹം അനുഭവിച്ച് ജീവിക്കാൻ കഴിയുന്നത് അതൊരു മഹാസൗഭാഗ്യമാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയണം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയുടെ സ്നേഹം തനിക്ക് കിട്ടിയിട്ടില്ലെന്നും അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ലെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ സച്ചിയോട് അതിനെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, അമ്മയുടെ സ്നേഹവും എല്ലാം കൂടെ ചേർത്ത് തരാൻ കഴിവുള്ള അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരച്ഛൻ നിങ്ങൾക്ക് കൂടെ ഇല്ലേ, ആ അച്ഛൻ്റെ സ്നേഹം മാത്രം പോരെ നിങ്ങൾക്കെന്ന് ചോദിച്ചു. അതെ എൻ്റെ അച്ഛൻ, നീ പറഞ്ഞ സത്യമാണ്, എൻ്റെ അച്ഛൻ അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ആ വീട്ടിൽ നിന്ന് പോകുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എന്നേ ഞാൻ അവിടെ നിന്നൊക്കെ പോയേനെ. പിന്നെ അച്ഛൻ സ്നേഹം തന്നാലും അമ്മയുടെ വാത്സല്യവും സ്നേഹവും അനുഭവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ഭാഗ്യം തന്നെയാണ് രേവതി, അതിനപ്പുറം മറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ലെന്നും പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതി പറഞ്ഞു അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും, എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത് അല്ലെങ്കിൽ വിഷമിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ സമയം ഒരുപാട്, അപ്പോൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, സമയം ഒരുപാടായി കിടക്കാം എന്ന് പറഞ്ഞ് നമ്മൾ രേവതി ഇങ്ങനെ പറയപ്പോൾ സച്ചിയോട് കട്ടിലേക്ക് കിടന്നോളാൻ പറഞ്ഞു. സച്ചു പറഞ്ഞു ഞാൻ കിടക്കുന്നില്ല, നിൻ്റെ ബെഡ്റൂമല്ലേ, നീ മുറിയിൽ കിടന്നോളാൻ പറഞ്ഞപ്പം എൻ്റെ വീട്ടിൽ വിരുന്നുകാരനായിട്ട് വന്ന് നിങ്ങളെ തറയിൽ കിടത്താൻ എനിക്ക് കഴിയില്ല, ഞാൻ തറയിൽ കിടന്നോളാം, നിങ്ങൾ
കട്ടിലെ തന്നെ കിടന്നോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ രേവതി നിലത്തൊരു പാ വിരിച്ചു. രേവതി നിലത്ത് കിടക്കുന്നു, സച്ചി ആണെങ്കിൽ കട്ടിലും കിടക്കുന്നു. അങ്ങനെ സച്ചിയും രേവതി ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി പരസ്പരം ഓരോന്നൊക്കെ പറഞ്ഞു ചിരിച്ചു. അത് കഴിഞ്ഞ് രേവതി പതുക്കെ മയക്കത്തിലേക്ക് പോയി. ആ സമയത്ത് നമ്മുടെ രേവതിയെ തന്നെ നോക്കിക്കൊണ്ട് സച്ചി ഇങ്ങനെ കിടക്കുന്നു. കാരണം സച്ചി കണ്ട പെണ്ണുങ്ങളെല്ലാം കൊള്ളില്ലാത്തതാണെന്നാണ് സച്ചി ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇതിനിടയിലും നല്ല പെൺകുട്ടികൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ സച്ചിക്ക് മനസ്സിലായി. സച്ചി അപ്പോൾ എല്ലാവരെയും ഒരേ തൂക്കത്തിൽ അല്ലെങ്കിൽ ഒരേ കാഴ്ചപ്പാടോട് കൂടി കാണരുത് എന്നുള്ള കാര്യം മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാം. അങ്ങനെ ആ ഒരു ചിന്താഗതിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ അവിടെ കിടക്കുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ പലിശക്കാരനെ കേട്ടോ. അപ്പോൾ അയാൾക്ക് എന്തോ ഒരു വലിയ നഷ്ടം വന്നു. അപ്പോൾ ആ നഷ്ടം വന്ന സമയത്ത് അതിനും നമ്മുടെ രേവതിയുടെ കുടുംബത്തിൻ്റെയും ഭാഗത്താണ് തെറ്റെന്നുള്ള രീതിയിലാണ് അയാൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അയാൾ നടത്തിക്കൊണ്ട് വന്നിരുന്ന ഏതോ ഒരു വലിയ ബ്രാൻഡ് അയാൾക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അത് നമ്മുടെ രേവതിയുടെ പൂക്കടയുടെയും മറ്റും ഇതൊക്കെ ആയിട്ടുള്ള ഇതാണെന്നും അതുകൊണ്ട് തന്നെ അവരെ ഇനി വെറുതെ വിടാൻ പാടില്ല, അവരെ ശരിക്കും ഒന്ന് പെരുമാറണം, അല്ലെങ്കിൽ അവരെ ഒന്ന് പേടിപ്പിക്കണം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് ഏക്കും, അവിടെ ചെന്നൊന്ന് വിരകാൻ പറ്റിയ അവസരമാണ്. കാരണം വേറൊന്നുമല്ല, രേവതിയുടെ വീട്ടിലെ അമ്മയും അനുജത്തിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ രേവതിയെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അനുജത്തിയെ കെട്ടാൻ കിട്ടി അത്രയും നല്ലതാണെന്നുള്ള രീതിയിലാണ് അയാൾ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു വല്ലാത്തൊരിതിൽ ഗജാനന്ദൻ ഇങ്ങനെ ആ ഒരു മൈൻഡോട് കൂടി ഗുണ്ടകളെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് ചെല്ലുക. ഗജാനന്ദൻ അറിയുന്നില്ല നമ്മുടെ സച്ചി അവിടെ വിരുന്നിന് വന്ന കാര്യം, സച്ചി അവിടെ ഉള്ള കാര്യം. എന്തായാലും സച്ചി അവിടെ ഉള്ളിടത്തോളം കാലം ഇയാൾക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക വാതുക്കൾ ചവിട്ടാൻ പോലും കഴിയില്ല. അപ്പോൾ അതൊന്നും അറിയാതെ ഗജാനന്ദൻ നേരെ ആൾക്കാരുമായിട്ട് നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ രാത്രി ആരാണെന്ന് അറിയാതെ അമ്മ വന്ന് വാതിൽ തുറന്നു. ലക്ഷ്മി വന്ന് വാതിൽ തുറന്ന സമയത്ത് ഗജാനന്ദൻ ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുവാണ്. എന്താ അമ്മയൊന്ന് പേടിപ്പിക്കുക. അപ്പോൾ ഗജാനന്ദനെ കണ്ടപ്പോഴത്തേക്ക് ലക്ഷ്മി ശരിക്കും പേടിച്ചു പോയി. കാരണം ഇവൻ എന്തിനാ വന്നിരിക്കുന്നത്, ഇവൻ്റെ ഉദ്ദേശം എന്താണ്, ഇതൊന്നും അറിയില്ലല്ലോ. പാവം പേടിച്ചു പോയി, ശരിക്കും പേടിച്ചിങ്ങനെ നിൽക്കുക, ഞെട്ടലോടെ നിൽക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ലേ എന്നെ ഇവിടെ അല്ലേ? എന്തായാലും സുഖമല്ലേ? മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയിട്ട് എങ്ങനെയാണ് അമ്മയും മകളും ഇവിടെ ജീവിക്കുന്നത്? ഒരു ക്ഷേമാന്വേഷണമൊക്കെ നടത്താമെന്ന് കരുതി വന്നതാണെന്നും പറഞ്ഞു ഗജാനന്ദൻ ഒരുമാതിരി സംസാരം. എന്നിട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുന്നു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു അകത്തേക്ക് കയറരുത്, ഗജാനന്ദൻ പുറത്തിരുന്ന് നിൽക്കാൻ പറഞ്ഞു. അയ്യോ അതൊന്ന് വർത്തമാനമാ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട് എനിക്ക് അവകാശപ്പെട്ടതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഗജാനന്ദൻ വലിയ അവകാശങ്ങളൊക്കെ പറയുന്നു. അപ്പോഴും സച്ചി അകത്തുള്ളത് ആശാൻ അറിയുന്നില്ല. ഇവിടെ കയറി വന്ന് വലിയ ആൾ വിളിച്ചപ്പോഴത്തേക്കും ദേവ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വെറുതെ രാത്രി കയറുമെന്ന് പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞപ്പം അയ്യോ മോളെ ഞാൻ പ്രശ്നത്തിനൊന്നും വന്നതല്ല, ഞാനൊരു സന്ധ്യ സംസാരത്തിന് വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു സന്ധ്യ സംസാരം ഇവിടെ വേണ്ട, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ അത് കേട്ടിട്ടും ഒരു കൂസലും ഇല്ല. അപ്പോഴേക്കും ഇവിടെ ശബ്ദവും എന്തോ ബഹളമൊക്കെ കേട്ട് നമ്മുടെ സച്ചി എഴുന്നേറ്റു. അപ്പോൾ അവിടെ ആരോ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലായി. അപ്പോൾ സച്ചി അന്നേരത്തേക്കും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് നമ്മുടെ താരത്തിനെയാണ്. താരം അന്നേരമാണ് സച്ചിയെ കാണുന്നത്. അവനിങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ട് നാളത്തെ നമ്മുടെ അടിച്ചുപൊളി കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നന്ദി.